നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വ്യത്യസ്ത അപകടങ്ങളിൽ 3 മരണം. കാഞ്ഞങ്ങാട് കാൽനടയാത്രക്കാരൻ ജീപ്പ് പിടിച്ചു മരിച്ചു. ഇടുക്കി മുരിക്കാശ്ശേരിയിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. എടവണ്ണയിൽ ടാങ്കർ ലോറി അപകടത്തിൽപ്പെട്ടു. പട്ടാമ്പിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. പത്തനംതിട്ട കലഞ്ഞൂരിൽ പെരുമ്പാമ്പ് നായയെ വിഴുങ്ങി. പാമ്പിനെ പിടികൂടി വനം വകുപ്പ്. തൃപ്പൂണിത്തുറ ആയുർവേദ ആശുപത്രി ലിഫ്റ്റിൽ പെരുമ്പാമ്പ്. മഴയിൽ ലക്ഷങ്ങളുടെ കൃഷിനാശം. കൊല്ലം നെടുവത്തൂരിൽ 3000-ത്തിലധികം ഏത്തവാഴകൾ നിലം പൊത്തി. നഷ്ടപരിഹാരം വേണമെന്ന് കർഷകർ. കാസർഗോഡ് തൃക്കണ്ണാട് കടലാക്രമണം രൂക്ഷം. നിരവധി വീടുകൾ കടലെടുത്തു. പ്രദേശത്ത് മിനി ഹാർബർ വേണമെന്നും ആവശ്യം. ഇടവനക്കാടും സ്ഥിതി രൂക്ഷം. കളിമൺ പാത്ര നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ. കളിമണ്ണിന് വില കൂടിയതും ലഭ്യതക്കുറവും തിരിച്ചടി. സർക്കാർ ഇടപെടൽ തേടി തൊഴിലാളികൾ. കണ്ണൂർ മാച്ചേരിയിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. അപകടം കുളിക്കുന്നതിനിടെ. വിശദമായി നോക്കാം. കോതമംഗലത്തിന് സമീപം കുത്തുകുഴിയിൽ ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഇടുക്കി മുരിക്കാശ്ശേരി സ്വദേശി നിഖിലാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. കോഴിക്കോട് എടവണ്ണ കൊയിലാണ്ടി പാതയിൽ അപകടം. നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി ആണ് അപകടത്തിൽപ്പെട്ടത്. KSRTC ബസ്സിൽ ഇടിക്കാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ഈ ബുൾജെറ്റ് യൂട്യൂബർമാർ സഞ്ചരിച്ച കാർ മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ച് 3 പേർക്ക് ഗുരുതര പരിക്ക്. ചെർപ്പുളശ്ശേരി കച്ചേരിക്കുന്നിലായിരുന്നു അപകടം. പരിക്കേറ്റവരെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ സ്വദേശികളും സഹോദരങ്ങളുമായ എബിനും ലിബിനുമാണ് ഈ ബുൾജെറ്റ് യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തരായത്. നേരത്തെ രൂപമാറ്റം വരുത്തിയതിന് മോട്ടോർ വാഹന വകുപ്പ് ഇവരുടെ വാഹനം പിടിച്ചെടുത്തത് വിവാദമായിരുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് കാൽനട യാത്രക്കാരൻ ജീപ്പ് പിടിച്ചു മരിച്ചു. അമ്പലത്തറ കോപ്പാളൻ മൂലയിൽ തമ്പാൻ നായരാണ് മരിച്ചത്. ഗുരുപുരം ഭാഗത്ത് നിന്ന് മുട്ടിച്ചരൽ ഭാഗത്തേക്ക് നടന്നു പോവുകയായിരുന്നു. എതിർവശത്തു നിന്ന് വന്ന ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കവെയാണ് ഇടിച്ചത്. ഗുരുതരാവസ്ഥയിലായ തമ്പാൻ നായരെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത്. പട്ടാമ്പിയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ചു. ആർക്കും സാരമായ പരുക്കില്ല. പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ രാവിലെ 6 മണിക്കാണ് സംഭവം. പട്ടാമ്പി ഭാഗത്തേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ് റോഡിൽ നിന്ന് തെന്നിമാറി എതിരെ വന്ന സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. എറണാകുളം കോതമംഗലത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. മുരിക്കാശ്ശേരി പൂമാങ്കണ്ടം സ്വദേശി 24 വയസ്സുള്ള നിഖിൽ സെബാസ്റ്റ്യനാണ് മരിച്ചത്. എറണാകുളത്ത് നിന്നും വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ക്വാറി ഉടമയുടെ കൊലപാതകത്തിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം കണ്ടെത്തി. കുലശേഖരത്ത് ഉപേക്ഷിച്ച നിലയിലാണ് കാർ കണ്ടത്. തമിഴ്നാട് പോലീസ് കാർ കസ്റ്റഡിയിലെടുത്തു. 2ാം പ്രതി സുനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം. കാർ തക്കല ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റി. കാസർഗോഡ് വീടിന് ജപ്തി നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. മടിക്കൈ കാനുണ്ടയിലെ ചെത്തു തൊഴിലാളി ബിനോയിയാണ് ജീവനൊടുക്കിയത്. കാഞ്ഞങ്ങാട് കാർഷിക വികസന ബാങ്കിൽ നിന്ന് ബിനോയിയുടെ ഭാര്യ സിന്ധുവിനാണ് നോട്ടീസ് ലഭിച്ചത്. ബിജോയ് അസുഖബാധിതനായതോടെ കുടുംബം കടക്കെണിയിലായി. ബാങ്ക് നോട്ടീസ് വീട്ടിലെത്തുമ്പോൾ ചികിത്സയിലായിരുന്നു ബിനോയ്. RSP തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി S. സത്യപാലൻ അന്തരിച്ചു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കട പ്ലാമൂട്ടിൽ പ്രവർത്തിച്ചിരുന്ന നെല്ലിമൂട്ടിൽ ഫിനാൻസ് അടച്ചുപൂട്ടി. 8 കോടിയോളം രൂപ നിക്ഷേപകരിൽ നിന്ന് തട്ടിയെടുത്തതായാണ് പരാതി. നെല്ലിമൂടി സ്വദേശി പ്രമോദാണ് സ്ഥാപനം നടത്തിയിരുന്നത്. ഇയാൾ ഒളിവിലാണ്. ആമച്ചാലിലും ഇയാൾ ഫിനാൻസ് സ്ഥാപനം നടത്തിയിരുന്നു. ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കോഴിക്കോട് നരിപ്പറ്റ പഞ്ചായത്ത് 4ാം വാർഡ് മുള്ളമ്പത്ത് സ്വദേശി VP ഷിജു ആണ് മരിച്ചത്. 5 ദിവസമായി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പഞ്ചായത്തിലെ 17 വാർഡുകളിൽ 20ഓളം പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളുമായി ചികിത്സയിലാണ്.
കണ്ണൂർ ഏച്ചൂർ മാച്ചേരിയിൽ 2 വിദ്യാർത്ഥികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. മുഹമ്മദ് മിസ്ബൽ, ആമീൻ, ആദിൽ ബിൻ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത്. കുളിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. വിരലിൽ കുടുങ്ങിയ മോതിരം ഫയർഫോഴ്സ് മുറിച്ചു നീക്കി. തിരുവനന്തപുരം നെടുമങ്ങാടാണ് സംഭവം. മരപ്പണിക്കിടയിൽ ആയിരുന്നു അപകടം. വുഡ് പ്ലെയിനർ മെഷീനിൽ തട്ടി ബംഗാൾ സ്വദേശി രാജുവിന്റെ വിരലിലാണ് സ്റ്റീൽ മോതിരം കുടുങ്ങിയത്. പക്ഷേ 2 തവണ വയ്ക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പക്ഷേ 2 തവണ വയ്ക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പോലീസ് ചമഞ്ഞ യുവാക്കളുടെ കൈകൾ അടിച്ചൊടിച്ച കേസിൽ പ്രതി പിടിയിലായി. പൂവച്ചൽ കാപ്പിക്കാട് സ്വദേശി ഷഹനാസാണ് പിടിയിലായത്. വെള്ളനാട് സ്വദേശികളായ വിഷ്ണുവും മനുവും സിനിമ കണ്ടു മടങ്ങവെയാണ് പ്രതികൾ പോലീസാണെന്ന് ചമഞ്ഞ് മർദ്ദിച്ചത്. കോതമംഗലം ഗവൺമെന്റ് ആശുപത്രിയുടെ മുൻപിൽ INTUC പ്രവർത്തകരുടെ സമരം. ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കുക, പോലീസ് സർജനെ നിയമിക്കുക, മരുന്നുകളുടെ ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചായിരുന്നു സമരം. INTUC മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് KV ആന്റണി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ പിക്കപ്പ് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പറവൂർ സ്വദേശികളായ 4 പേർ എക്സൈസിന്റെ പിടിയിലായി. പട്ടിക്കാട് ദേശീയപാതയിൽ വെച്ചാണ് സ്പിരിറ്റ് പിടികൂടിയത്. പത്തനംതിട്ട കലഞ്ഞൂരിൽ പെരുമ്പാമ്പ് നായയെ വിഴുങ്ങി. കലഞ്ഞൂർ പോത്തുപാറയിലാണ് സംഭവം. കിഷോർ എന്ന ആളുടെ വളർത്തു നായയാണ് പാമ്പ് വിഴുങ്ങിയത്. 9.5 അടി നീളമുള്ള പെരുമ്പാമ്പിനെ വനംവകുപ്പ് ജീവനക്കാർ കൊണ്ടുപോയി. ഇത് വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ മുതൽ ഫോറസ്റ്റുകാരെ വിളിച്ചതാണ്. ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആന തൊട്ടുള്ള എല്ലാ ജീവികളും ഇവിടെ ഇറങ്ങിയിരുന്നു. ആശുപത്രി ലിഫ്റ്റിൽ പെരുമ്പാമ്പ്. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ ഹോസ്പിറ്റലിലെ ലിഫ്റ്റിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. ആശുപത്രി പരിസരത്ത് പാമ്പിന്റെ ശല്യം രൂക്ഷമാണെന്നാണ് പരാതി. ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം പൊതുവയലിൽ കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചു. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് നടപടി. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ കടുവയുടേതിന് സമാനമായ കാൽപ്പാട് കണ്ടെത്തിയിരുന്നത്. പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറയിൽ ദൃശ്യങ്ങളും പതിഞ്ഞിരുന്നു. അടുത്തിടെ 20-ലധികം വളർത്തുമൃഗങ്ങളെയാണ് വന്യമൃഗങ്ങൾ കൊന്നത്. കണ്ണൂർ ചെറുതാഴം രാമപുരത്തെ ആസിഡ് ചോർച്ച. സമീപത്തെ നഴ്സിംഗ് കോളേജിലെ 10 വിദ്യാർത്ഥികൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതോടെ ഇവരെ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ നില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഇന്നലെയാണ് വാഹനത്തിൽ നിന്ന് ആസിഡ് ചോർന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ചന്ദനമോഷണം. വണ്ടിപ്പെരിയാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റത്തുണ്ടായിരുന്ന 10 ഇഞ്ചിലധികം വലിപ്പമുള്ള ചന്ദനമരമാണ് മോഷ്ടാക്കൾ വെട്ടിക്കടത്തിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ നടക്കുന്ന 2ാമത്തെ മോഷണമാണിത്. ആശുപത്രി ജീവനക്കാർ എത്തിയപ്പോഴാണ് മരം മുറിച്ചു മാറ്റിയതായി കണ്ടത്. തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് വണ്ടിപ്പെരിയാർ നെല്ലിമല എസ്റ്റേറ്റ് മേഖലയിൽ നിന്നും മറ്റൊരു ചന്ദനമരം മോഷണം പോയിരുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നു വരുന്നതിനിടെയാണ് വീണ്ടും മോഷണം നടന്നത്. കാസർഗോഡ് തൃക്കണ്ണാട് കടപ്പുറത്ത് കടലാക്രമണം രൂക്ഷം. ശക്തമായ കടൽക്ഷോഭത്തിൽ നിരവധി വീടുകൾ കടലെടുത്തു. 2000-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് മിനി ഹാർബർ വേണമെന്ന ആവശ്യവും ശക്തമാണ്. മഴ കനത്തതോടെ കടലാക്രമണം രൂക്ഷമായ തൃക്കണ്ണാട് കടപ്പുറത്തോട് ചേർന്നിരിക്കുന്ന നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു. 20 മീറ്ററിലധികം കര കടലെടുത്തിരിക്കുന്ന അവസ്ഥയിലാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വലയും യന്ത്രവും സൂക്ഷിക്കാനായി കുറുമ്പ ഭഗവതി ക്ഷേത്രം നിർമ്മിച്ച കെട്ടിടവും കടലാക്രമണത്തിൽ തകർന്നു വീണു. 11 വർഷം മുൻപാണ് ഈ കോൺക്രീറ്റ് കെട്ടിടം നിർമ്മിച്ചത്. രണ്ടായിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് നിരവധി വീടുകൾ ഏതു സമയത്തും കടലെടുക്കുമെന്ന അവസ്ഥയിലാണ്. തൃക്കണ്ണാട് ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ബലിത്തറയ്ക്കും കടലാക്രമണ ഭീഷണിയുണ്ട്.
ക്ഷേത്രവും സംസ്ഥാന പാതയും നിലവിൽ കടലാക്രമണ ഭീഷണിയിലാണ്. പ്രതിസന്ധി പരിഹരിക്കാൻ തൃക്കണ്ണാട് കേന്ദ്രമായി മിനി ഹാർബർ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഒരു അപേക്ഷയാണ് ഇവിടെ ഒരു മിനി ഹാർബർ ഉണ്ടായിരിക്കണമെന്നത്. അത് ഇതുവരെ ഗവൺമെൻറ് അതിനുള്ള അംഗീകാരം തന്നിട്ടില്ല. അതിനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ കളക്ടർ എപ്പോഴും കളക്ടറടുത്ത് പോയി ചോദിക്കാറുണ്ട്. അതിനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ ഞങ്ങൾ ചർച്ചയിലൂടെ പുരോഗമിക്കുകയാണെന്ന് മാത്രമാണ് കളക്ടർ പറയുന്നത്. ഇതിവിടെ ഈ ബേക്കൽ കോട്ടയും ഇവിടെ ഒരു കോടി രണ്ടും ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ഹാർബർ ഉണ്ടായാൽ ഇവിടെ നമ്മുടെ ടൂറിസം നിലനിർത്താൻ പറ്റുകയുള്ളൂ. ടൂറിസത്തിന് പറ്റിയ കടപ്പുറം ഇന്നില്ല, എല്ലാം കടൽ കൊണ്ടുവരിക്കുന്നത്. ഈ ഹാർബർ വന്നാൽ കര കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മുടെ ബീച്ച് നിലനിർത്താൻ പറ്റും. അതുകൊണ്ട് അതിലൂടെ നമുക്ക് നമ്മുടെ ടൂറിസത്തെ വികസിപ്പിക്കാൻ പറ്റും. വേനൽക്കാലത്തെ കള്ളക്കടൽ പ്രതിഭാസവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം ഹാർബർ യാഥാർത്ഥ്യമാക്കുന്നത് ബേക്കൽ കോട്ട വിനോദസഞ്ചാരത്തിനും കരുത്തു പകരും. ന്യൂസ് 18 കാസർഗോഡ്. കടൽ ഭിത്തി ആവശ്യപ്പെട്ട് എറണാകുളം വൈപ്പിൻ എടവനക്കാട് നിവാസികൾ നടത്തുന്ന സമരം തുടരുന്നു. ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ജൂലൈ 4 വരെ പ്രത്യക്ഷ സമര പരിപാടികൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്താൻ കളക്ടർ സാവകാശം തേടിയതിനെ തുടർന്നാണ് പ്രത്യക്ഷ സമരത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറിയത്. എന്നാൽ മുന്നോട്ടുള്ള സമരപരിപാടികളെക്കുറിച്ച് ആലോചിക്കാൻ സംയുക്ത സമരസമിതിയുടെ യോഗം അടുത്ത ദിവസം ചേരും. അതേസമയം വൈപ്പിൻ തീരമേഖലയിൽ കടലാക്രമണം ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. കോഴിക്കോട് തിക്കൊടി കോടിക്കൽ ബീച്ചിൽ കടൽക്ഷോഭത്തെ തുടർന്ന് ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കരക്കടിഞ്ഞു. ഇതോടെ 200ഓളം വഞ്ചികളിലായി മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് വഞ്ചി ഇറക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നീക്കം ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചതായി ഫിഷറീസ് ഉദ്യോഗസ്ഥരും കോസ്റ്റൽ പോലീസും അറിയിച്ചു. നടി മീര നന്ദൻ വിവാഹിതയായി. ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജുവാണ് വരൻ. ഇന്ന് പുലർച്ചെ 5:30നും 6നും ഇടയിലായിരുന്നു വിവാഹം. അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത്. തിരുവാതിര ഞാറ്റുവേലയിൽ ഞാറുനട്ട വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം തൈക്കാട് മോഡൽ HSLPSലെ കുട്ടി കർഷകരും അധ്യാപകരുമാണ് കൃഷി ഇറക്കിയത്. ചെങ്കൽ കീഴ്മാവ് പാടശേഖരത്തിലാണ് ഞാറ് നട്ടത്. കൃഷി അസിസ്റ്റന്റ് ഷിനു ഞാറ്റുവേലകളെക്കുറിച്ച് കുട്ടികളോട് വിശദീകരിച്ചു. മുതിർന്ന കർഷകനായ കൃഷ്ണൻ നെല്ലുകളെക്കുറിച്ചും നടീൽ രീതികളെക്കുറിച്ചും വിശദീകരിച്ചു. ചെങ്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സൈമൺ, പാടശേഖര കമ്മിറ്റി പ്രസിഡന്റ് റസാലം തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപകരും പങ്കാളികളായി. എറണാകുളം അങ്കമാലിയിൽ ചാരായവേട്ട. 32 ലിറ്റർ ചാരായവും 430 ലിറ്റർ വാഷും എക്സൈസ് പിടിച്ചെടുത്തു. അങ്കമാലി സ്വദേശി വർഗീസാണ് പിടിയിലായത്. വീടിന് മുകളിൽ ചാരായം വാറ്റുന്നതിനുള്ള സജ്ജീകരണവും എക്സൈസ് കണ്ടെത്തി. പെരിയാറിൽ മാലിന്യമൊഴുക്കിയ എടയാർ CG ലൂബ്രിക്കൻസ് എന്ന കമ്പനിക്കെതിരെ കേസെടുത്തു. പ്രദേശവാസി ബഷീറിന്റെ പരാതിയിലാണ് കേസെടുത്തത്. പൊതുസ്ഥലത്ത് മാലിന്യം ഒഴുക്കിയതിനാണ് കേസ്. മലിനീകരണ നിയന്ത്രണ ബോർഡും കമ്പനിക്കെതിരെ നടപടിയെടുത്തിരുന്നു. കാണേക്കുടി മഴവെള്ളം ഒഴുകിപ്പോള്ള കാണേക്കുടി. കനത്ത മഴയിൽ കൊട്ടാരക്കരയിൽ കർഷക കൂട്ടായ്മയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. ശക്തമായ കാറ്റിൽ നെടുവത്തൂർ പുല്ലാമലയോലിയിലെ 3000-ലധികം ഏത്തവാഴകൾ നിലം പതിച്ചിരുന്നു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. VFPCKയുടെ പൗർണമി കൂട്ടായ്മയിലെ അംഗങ്ങൾ നടത്തിയ കൃഷിയാണ് കാലവർഷക്കെടുതിയിൽ നഷ്ടമായത്. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷക കൂട്ടായ്മയ്ക്കാണ് ലക്ഷങ്ങളുടെ നഷ്ടം നേരിടേണ്ടി വന്നത്. ഒടിഞ്ഞുവീണ 3000-ലധികം ഏത്തവാഴകളിൽ അധികവും കുലച്ചിരുന്നു. പന്നിശല്യവും കടുത്ത വരൾച്ചയും അതിജീവിച്ച് വളർത്തിയെടുത്ത വാഴകൃഷിയാണ് ശക്തമായ കാറ്റിൽ നിലം പൊത്തിയത്. നെടുവത്തൂർ പഞ്ചായത്തിലെ 16-ാം വാർഡ് പുല്ലാമലയാണ് ഇത് വാർഡ്. ഇവിടെ പുല്ലാമല ഞങ്ങളുടെ ഒരു കർഷക കൂട്ടായ്മയുണ്ട്. VFPCKയുടെ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ 20 കർഷകരാണ് ഇതിൽ ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ 10 കർഷകരുടെ ഈ കൃഷി ഉപജീവന മാർഗ്ഗമാണ് ഈ കിടക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കൊല 900 മുതൽ 800 മുതൽ 900 രൂപ വരെ കിട്ടേണ്ട ഒരു കൊലകളാണ്. ഇത് പേണ്ടൊരു 3000-നടുത്ത് വാഴകൾ ഇവിടെ അപ്പുറം ഇപ്പുറമായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു കൊല പോലും ഇതിൽ നിന്ന് വെട്ടാനൊക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൽ മിക്കവാറും ഒക്കെ ഉള്ളതെന്ന് പറയുന്നത് പന്നി ആവശ്യത്തിന് പന്നി എടുത്തുകൊണ്ട് പോയതിൻ്റെ ബാലൻസ് നിൽക്കുന്നതാണിത്. ഞങ്ങൾ രാത്രിയിലും പകലും ഒക്കെ ഈ പന്നിയുടെ ശല്യം കൊണ്ട് അതിനെയൊക്കെ അതിജീവിച്ച് ഇതുപോലുള്ള കാറ്റാടി കഴകളും ഒക്കെ വെച്ച് ഊന്നൊക്കെ കൊടുത്ത് നിർത്തിയ ഒരു സംഭവമാണ്. ഇതിൻ്റെ സർവ്വ
കൃഷിയുടെ എല്ലാ ചെലവുകളും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ആദായം എടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഏത്തക്കുലകൾക്ക് വിപണിയിൽ കിലോയ്ക്ക് 100 രൂപയുള്ള സാഹചര്യത്തിലാണ് കനത്ത നഷ്ടം. ഒടിഞ്ഞു വീണതിൽ ഏറെയും ഓണവിപണി ലക്ഷ്യമാക്കി വളർത്തിയതും വിളവെടുക്കാൻ പാകമായതുമാണ്. ലോൺ എടുത്ത് കൃഷിയിറക്കിയ കർഷകരും ഇതോടെ ദുരിതത്തിലായി. ഭയങ്കര കാറ്റായിരുന്നു. ഒരു 3 മിനിറ്റ് കൊണ്ട് സംഗതി മൊത്തം നിലത്തി. ഒന്നും ആർക്കും ചെയ്യാനോ കാണാനോ പോലും അവസരം കിട്ടിയില്ല. ഇതൊക്കെ ഇതാണെങ്കിൽ പിന്നെ ഓണത്തിന്റെ പോലെയാണ്. കൂമ്പൊക്കെ വന്നു തുടങ്ങിയതുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ഒരു 10% വെട്ടുമാറ്റേണ്ടതാണ്. ഇങ്ങനെ ഭയങ്കര നാശനഷ്ടമായി. എനിക്കാണെങ്കിൽ താഴാണെങ്കിൽ 600 വാഴയുള്ളതാണ്. 600 വാഴകൾ തന്നെ വെച്ചാൽ ഒരു 10-400 വാഴയെ കൂടുതൽ ഇപ്പം പൊടിഞ്ഞു പോയിട്ടുണ്ട്. അതും പിന്നെ ഒരു പാതി വിളവായ ഒരു 20-30 ദിവസത്തെ വ്യത്യാസത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. കാർഷിക വിപണിയുടെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. VFCയുടെ ലോണുണ്ട്. അത് വർഷം പലിശ അടച്ച് ക്ലിയർ ചെയ്താൽ മതിയായിരുന്നു. അപ്പം അങ്ങനെ ലോണൊക്കെ എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. ഈ വർഷം ഇനി ലോണും പിന്നെ പലിശ അടയ്ക്കുന്നുണ്ടോ കുഴപ്പമില്ല, 5 വർഷത്തിൽ പിരിക്കാൻ മതി. ഇങ്ങനെ സാഹചര്യങ്ങളാണ് ഓരോ വർഷം. പക്ഷേ ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ട്. അത്രയും പൈസ കൂടെ നമ്മൾ വീണ്ടും കയ്യിൽ നിന്നുണ്ടാക്കണം. ഒടിഞ്ഞു വീണ ഏത്തവാഴകളെല്ലാം നീക്കി പുതിയ കൃഷി ഇറക്കുന്നതിനും ചിലവാണ്. നഷ്ടം നികത്തുന്നതിനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടവേള. ജയിച്ച് മുന്നേറി. വാർത്തകളിലേക്ക്. തൃശൂർ ആളൂരിലെ കളിമൺ പാത്ര നിർമ്മാണ മേഖല പ്രതിസന്ധിയിൽ. കളിമണ്ണിന്റെ വിലവർധനയും ലഭ്യതക്കുറവും യന്ത്രവൽക്കരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സഹായം ലഭിക്കാത്തതുമാണ് തൊഴിലാളികളെ വലയ്ക്കുന്നത്. കുടിൽ വ്യവസായം എന്ന നിലയിൽ കളിമൺ പാത്ര നിർമ്മാണം സജീവമായിരുന്നു പണ്ടുകാലത്ത്. എന്നാൽ ഇന്ന് ആ കാഴ്ച മാറി. ഇതുപോലെ ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമായി ഒതുങ്ങി. ലഭ്യതക്കുറവ് കാരണം മറ്റിടങ്ങളിൽ നിന്ന് അമിതവില നൽകിയാണ് കളിമൺ എത്തിക്കുന്നത്. മണ്ണെത്തിക്കുന്നതിനാകട്ടെ പലതരം തടസ്സങ്ങളും. കളിമണ്ണിന് ലഭ്യത എന്ന് പറഞ്ഞാൽ കൂടുതൽ പൈസ കൊടുത്തിട്ട് വേറെ സംസ്ഥാനത്ത് നിന്ന് കളിമണ്ണ് ഇറക്കാനുള്ള ഇതാണ് വരുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പൈസ എല്ലാവർക്കും ഒരുപോലെ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ആ പൈസ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടാമെങ്കിൽ നമുക്ക് അത് ലാഭമാണ്. ജാറുകൾ, പാത്രങ്ങൾ, റിങ്ങുകൾ, കരകൗശല വസ്തുക്കൾ വരെ ഇവർ നിർമ്മിക്കുന്നുണ്ട്. മണ്ണെടുപ്പിന് നിയന്ത്രണം വന്നതോടെയാണ് പ്രതിസന്ധി തുടങ്ങിയത്. മണ്ണിന്റെ ലഭ്യതക്കുറവ് കാരണം ഈ വ്യവസായം തന്നെ നിലയ്ക്കുമെന്ന ആശങ്കയിലാണിവർ. കളിമണ്ണ് കിട്ടാത്തതാണ് ഭയങ്കര ഇതായിട്ട് വരുന്നത്. കളിമണ്ണിൻ്റെ ക്ഷാമം. പിന്നെ ഞങ്ങൾ ചെയ്യണ കലങ്ങളും പാത്രങ്ങളും ഭയങ്കര ചെലവാണ് കൂടുതൽ വരുന്നത്. പക്ഷേ അതിനനുസരിച്ച് കളിമണ്ണിൻ്റെ ലഭ്യതയാണ് ഞങ്ങൾക്ക് കുറവ് വരുന്നത്. മേഖലയിൽ യന്ത്രവൽക്കരണം വന്നെങ്കിലും അതിന്റെ മെച്ചവും പരമ്പരാഗത നിർമ്മാതാക്കൾക്ക് ലഭിച്ചില്ല. സർക്കാരിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ സാമ്പത്തിക സഹായമോ വിപണനത്തിന് പ്രോത്സാഹനമോ കിട്ടാറില്ല. പാത്രം നിർമ്മിക്കുന്നവർ സ്വന്തം നിലയിൽ വിപണി കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. മണ്ണ് കിട്ടാനില്ല, എടുക്കാൻ സമ്മതിക്കില്ല. പോലീസുകാരെ പാസ് വേണം, കള്ളാസള് വേണം, അങ്ങനെയൊക്കെ വേണം മണ്ണ് എടുക്കണം വെച്ചാൽ. നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ വൈക്കോല് വേണം, ചകിരി വേണം, വിറക് വേണം, ചളി വേണം. 3 ദിവസം പിടിക്കും ചൂടടക്കണം വെച്ചാൽ. ഇത് 3 പണി വരും ഈ ഒരു ചട്ടിക്ക്. ചക്കരയുടെ പണിയണം, കൊട്ടണം, ഉണക്കണം, മിനിപ്പിക്കുകയും വേണം. ചെറിയ കല്ലെടുത്തിട്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര പ്രാധാന്യത്തോടെയുള്ള ഇടപെടലാണ് കളിമൺ പാത്ര നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 തൃശൂർ. മൂന്നാറിൽ പുഴയിലേക്ക് മാലിന്യമൊഴുക്കിയ ഹോട്ടലിനെതിരെ നടപടി. GH റോഡിൽ പ്രവർത്തിക്കുന്ന അൽ ബുഹാരി ഹോട്ടലിൽ നിന്നാണ് പുഴയിലേക്ക് മാലിന്യമൊഴുക്കിയത്. പിഴയും ചുമത്തി ശുചിമുറി മാലിന്യമടക്കമാണ് ഹോട്ടലിൽ നിന്ന് പുഴയിലേക്ക് തള്ളിയിരുന്നത്. ചെറുമഴ പെയ്താൽ പോലും വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു പ്രദേശമുണ്ട് തിരുവനന്തപുരം നഗരത്തിൽ. മഴ മാറി മാനം തെളിഞ്ഞാലും വെള്ളക്കെട്ടിൽ കഴിയേണ്ടി വരുന്നതിന്റെ ദുരിതമാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത്. കോടികൾ ചെലവഴിച്ച് നടപ്പിലാക്കിയ നവീകരണ പദ്ധതികൾക്കും നരക ജീവിതത്തിൽ നിന്ന് ഇവരെ രക്ഷിക്കാനായില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിന്റെ റൺവേക്ക് സമീപം ഓൾ സെയിൻസ് കോളേജ് റോഡിലാണ്. ഈ റോഡിൽ നിന്ന് വെട്ടുകാട് പള്ളിയിലേക്ക് തിരിയുന്ന 2 ഇടവഴികളുണ്ട്. ആ വഴികളിൽ ഒന്നിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരുവനന്തപുരത്ത് ഉൾപ്പെടെ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മഴ വിട്ടുനിന്നു. പൊരിയുന്ന വെയിലായിരുന്നു. പക്ഷേ ആ പൊരിയുന്ന വെയിലത്തും വെള്ളക്കെട്ടിൽ നരക ജീവിതം നയിക്കേണ്ടി വന്ന ഒരു വിഭാഗം ആളുകളുടെ ദുരിതം പ്രേക്ഷകരിലേക്ക് ഞാൻ നേരിട്ടെത്തിക്കുകയാണ്. ഈ വഴിയിൽ നിന്ന് കയറുന്ന ഭാഗങ്ങളിലൊന്നും വെള്ളമില്ല.
പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോയാൽ പിന്നെ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയാവും. ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിലായി ഈ ഒരു പ്രശ്നം സജീവമായി വന്നപ്പോൾ തന്നെ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ വ്യാപകമായ പരാതികൾ കണക്കിലെടുത്തുകൊണ്ട് 2 കോടി രൂപ ചെലവിൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതെല്ലാം വിഫലമായി എന്ന് വേണം പറയാൻ. ഇപ്പോഴും കഴിഞ്ഞ 15 ദിവസമായി ഈ റോഡിൽ 50ഓളം വീടുകളിൽ ആളുകളുള്ള പ്രായമായ ആളുകൾ ഉൾപ്പെടെ താമസിക്കുന്ന ഈ റോഡിന് ഇരുവശത്തും ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ട് അധികാരികൾ എന്തുകൊണ്ട് ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്നുവെന്ന ആക്ഷേപമാണ് നാട്ടുകാരടക്കം മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എത്ര നാളായി ഇവിടെ ഈ പ്രശ്നം ഇങ്ങനെ തുടങ്ങിയിട്ട്? ഇത് ഈ ഓൾ സയൻസ് കോളേജിന് സമീപത്തുള്ള ഈ ചെറിയ പ്രദേശം മാത്രമല്ല, ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ഈന്തിവിളാകം, ബാലനഗർ, വെട്ടുകാട് വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് വെള്ളപ്പൊക്കം രൂക്ഷമായിട്ടുള്ളത്. അവിടെ തന്നെ പ്രത്യേകിച്ച് ഈ ബാലനഗർ പ്രദേശത്ത് ഒരു മനുഷ്യൻ്റെ 6 അടിയോളം വെള്ളം പൊങ്ങിക്കിടക്കുക. വീടുകളിൽ ആളുകൾക്ക് അവരുടെ ശുചിമുറികളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, ഒന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ, അവരുടെ പാദങ്ങൾ നോക്കിക്കുന്ന വളരെ രൂക്ഷമായ വ്രണം പെട്ട് അവർക്ക് നടക്കാൻ പോലും ആകാത്ത അവസ്ഥയിലാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ മനുഷ്യർക്ക് ഒരു സ്ഥലത്തു നിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നില്ല. 2022-2023 കാലഘട്ടത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടുത്തെ കൗൺസിലറിന്റെ നേതൃത്വത്തിൽ 2.25 കോടി രൂപ ചിലവാക്കി ഇവിടെ ഒരു ഓട നിർമ്മിച്ചു. അശാസ്ത്രീയവും ആ ധനവിനിയോഗത്തിലുള്ള ക്രമക്കേടും പ്രതിഫലിക്കുന്നതാണ് ഈ ഓട എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു അധികൃതരിൽ നിന്ന് ഈ പാവപ്പെട്ട ജനങ്ങളോട് കാണിക്കുന്നത് നികൃഷ്ടവും ക്രൂരവുമായ പ്രതികരണമാണ്. അല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു ഈ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയാനുള്ള ശ്രമം ഉണ്ടാകുന്നില്ലേ? ഈ പമ്പ് സെറ്റ് ഉപയോഗിച്ചാൽ സ്ഥായിയായ ഒരു പരിഹാരമല്ല. അത് മാത്രമല്ല, പമ്പ് സെറ്റ് ഉപയോഗിച്ച് ഓടയിലോട്ട് വെള്ളം അടിച്ചു വിടുമ്പോൾ ആ വെള്ളം തിരിച്ച് എവിടെ നിന്നാണോ അടിച്ചു കളയുന്നത് ആ സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പകർച്ചവ്യാധികളുടെ രൂക്ഷമായ ഒരു സാന്നിധ്യം ഇപ്പോൾ ഇവിടെ അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. ആളുകളുടെ പാദം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ചേട്ടാ, ഇവിടെ ഏകദേശം എത്ര വീടുകളുണ്ട്? ഇവിടെ അത്യാവശ്യം ഒരു 1000-ഓളം വീടുകളുണ്ട്. മൊത്തം 1000-ഓളം വീടുകളുണ്ട്. 1000-ഓളം വീടുകൾ ഈ ഭാഗത്തെല്ലാമായിട്ടുണ്ട്. ഭാഗം ഈന്തിവിളാകം ഈ ഭാഗത്തെല്ലാം കൂടെ 1000-ഓളം വീടുകളുണ്ട്. അപ്പൊ ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമാകാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? വർഷങ്ങളായി. എനിക്ക് തോന്നുന്നത് നമ്മുടെ കൊച്ചുകാലങ്ങളിലെ ഇത് കണ്ടുപോകുന്നതാണ്. അല്ല, ഇതിന് കഴിഞ്ഞ വർഷം നമ്മൾ ഈ വാർത്ത ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ആളുകളുടെ. പിന്നീടാണ് അവിടെ ഒരു നവീകരണ പ്രവർത്തനം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിപ്പോ ഇവിടെ ഒരു 15-20 ദിവസം കൊണ്ട് ഇതേ ഒരു സ്റ്റേജിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ തന്നെയാണ്. അപ്പം നിങ്ങളെ നഗരസഭ അധികൃതരെ ഈ വിവരം എല്ലാവരെയും ബന്ധപ്പെട്ട് ഒരാളുടെ ബന്ധപ്പെട്ടിട്ടും ഒരു രീതിക്ക് നമുക്കൊരു ന്യായം, ഒരു പരിഹാരമില്ല. അല്ല, ഇതിന് എന്താണ് പോംവഴി എന്നാണ് പറയുന്നത്? നമ്മൾ വെറുതെ ഒരു പരാതി ഉന്നയിക്കുന്നതിന് ഇതിനകത്തൊരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓൾ സയൻസ് ജംഗ്ഷൻ മുതൽ വേളി കായൽ വരെ ഒരു ഓട നിർമ്മിക്കുക. അത് മാത്രമേ നമുക്കുള്ള ആദ്യമായിട്ടുള്ള ശാശ്വതമായ ഒരു പരിഹാരം എന്ന് വെച്ചാൽ അതാണ്. അത് നമ്മുടെ ഈ നമ്മുടെ ഓൾ സയൻസ് മുതൽ വേളി കായലിലേക്കുള്ള ആ സാധനം, അതായത് പല റോഡുകളുണ്ട്, വഴികളുള്ള ആ ഓടുകളെല്ലാം നിർമ്മിച്ച് ഇതിനകത്ത് കണക്ട് ചെയ്ത് അവിടെ കൊണ്ടുപോവുക. അത്രേ നമുക്കുള്ളൂ. അല്ല ചേട്ടാ, ഈ പ്രായമായ ആളുകൾ അടക്കം ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർ ഏതെങ്കിലും സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതോ ഈ കാണുന്നതാണോ കാഴ്ച? ഇതുപോലെയാണോ? അതായത് ഈ പ്രദേശത്ത് ഒരു ക്യാമ്പ് പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പരിതാപകരമായ സ്ഥിതി. ദുരിതാശ്വാസ ക്യാമ്പ് ഇല്ല. ഏകദേശം ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ വ്യത്യാസത്തിൽ മുട്ടത്തറ പോയ ആളുകൾ താമസിക്കണമെന്നാണ് പറയുന്നത്. അത് ആളുകൾക്ക് വളരെ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. ഈ ഓട നിർമ്മിച്ച് ഇവിടുത്തെ ആളുകൾക്ക് സമാധാനമായി ജീവിക്കുന്നതിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. പ്രത്യേകിച്ച് ഓൾ സയൻസ് കോളേജ് ജംഗ്ഷനിൽ നിന്ന് മാധവപുരത്ത് പൊഴിക്കര വരെ പൈപ്പിട്ട ശേഷം അവിടെ നിന്ന് വെള്ളം ഒഴുക്കിക്കളയുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ വെള്ളപ്പൊക്കത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ട്രാവൻകൂർ ടൈറ്റാനിയം എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനത്തിലെ ഓടയിൽ ഈ വെള്ളം ഒഴുക്കിയ ശേഷം ആ വെള്ളം കടലിലോട്ട് ഒഴുകിക്കളയുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ ഇവിടെ പൂർണ്ണമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇവിടെ എയർപോർട്ടിന് സമീപത്തായി കാണുന്ന പഴയൊരു വട്ടക്കായലുണ്ടായിരുന്നു. ആ വട്ടക്കായലിലോട്ട് സുരക്ഷിതമായി വെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ടോ അധികൃതർ ഇതിന് മുന്നിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെയുള്ളത്. അത് മാറിയാലേ ഇവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ, മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപയാണ് കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ സർക്കാർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും
വർഷങ്ങളായി ഈ വെട്ടുകാട് ഓൾ സെയിൻസ് ജംഗ്ഷനിലുള്ള 1000-ഓളം കുടുംബങ്ങൾ അവർ താമസിക്കുന്ന ഇടവഴികൾ വെള്ളക്കെട്ടിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ചിത്രങ്ങളോടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദയനീയത ഉണർത്തുന്ന ദൃശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കാൻ സർക്കാരിനാവുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. എന്തായാലും ഏറെ ദുരിതം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് പ്രായാധിക്യം ചെന്ന ആളുകൾ ഉൾപ്പെടെ രോഗം പടർന്നു പിടിക്കുന്ന അവസ്ഥയിൽ ഈ വെട്ടുകാട് ഓൾ സെയിൻസ് ഭാഗത്ത് ദുരിതപൂർണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ആളുകളോട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ 7 കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ പോകണമെന്ന് പറയുമ്പോൾ അത് പ്രായോഗികമായിട്ട് പ്രായമുള്ള ആളുകൾക്കൊന്നും അങ്ങനെ പെട്ടെന്ന് 7 കിലോമീറ്റർ അപ്പുറത്തേക്ക് അവരെ മാറ്റി താമസിപ്പിക്കാൻ ദൈനംദിന കാര്യങ്ങൾ നടത്താനൊക്കെ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ശാശ്വതമായ ഒരു പരിഹാരം അത് തന്നെയാണ് ഈ നാട്ടുകാർ മുഴുവൻ പ്രതീക്ഷിക്കുന്നത്. അതിന് കൃത്യമായ ഇടപെടൽ നടത്താൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് അടിയന്തരമായ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. എറണാകുളം കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വാപ്പ് ഷോപ്പ് വഴി ശേഖരിച്ച പണം ഉപയോഗിച്ച് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം നൽകി. വിദ്യാർത്ഥികൾ, ജീവനക്കാർ എന്നിവരിൽ നിന്ന് ശേഖരിച്ച വസ്ത്രങ്ങൾ, പഠനോപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങി വിവിധ തരം വസ്തുക്കൾ കുറഞ്ഞ തുകയ്ക്ക് വിറ്റാണ് ഭക്ഷണത്തിനുള്ള പണം കണ്ടെത്തിയത്. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ഭക്ഷണം രോഗികൾക്ക് എത്തിച്ചു നൽകി. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6605 രൂപ, പവൻ 52,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5510 രൂപ, പവന് 44,080 രൂപ. വെള്ളി ഗ്രാമിന് 93 രൂപ, കിലോഗ്രാമിന് 93,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. നിലവിൽ